Hello everyone. In this part, we are going to see another type of financial service, that is mutual funds. Mutual funds also comes under the category of fund-based financial service. So let's see what is a mutual fund. It is the financial instrument that pools money from various investors to purchase a diversified portfolio. അതായത് ഇത് ഒരുപാട് ആൾക്കാരുടെ അടുത്ത് നിന്ന് പൈസ പൂൾ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? അത് ഡൈവേഴ്സിഫൈ ആയിട്ടുള്ള പോർട്ട്ഫോളിയോസിൽ, അതായത് ഒരുപാട് ഡിഫറെന്റ് സ്ഥലത്ത് അത് ഇൻവെസ്റ്റ് ചെയ്യും. ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് മാനേജ് ചെയ്യുന്ന ഒരാളുണ്ടാവും, മ്യൂച്വൽ ഫണ്ട് മാനേജർ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് വെറി ചെയ്യേണ്ട ആവശ്യമില്ല. ഈ മാനേജർ തന്നെ എന്ത് ചെയ്യും? നമുക്ക് പൈസ അവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രം മതി. അത് എവിടെ ഇടണം, എങ്ങനെ ഇടണം എന്നൊക്കെ ഉള്ളത് ഈ മാനേജേഴ്സ് തീരുമാനിക്കും. അപ്പൊ അവർക്ക് നമ്മൾ സ്മോൾ എമൗണ്ട് ഓഫ് ഫീസ് കൊടുക്കേണ്ടി വരും. ഓഫ് കോഴ്സ് ആരും നമുക്കൊന്നും ഫ്രീ തരില്ല. വാട്ട് the activity or the process that is done here is the mutual fund managers collect, or the mutual fund institutions collect or pools money from different people. പൂൾ ഇത് കഴിഞ്ഞിട്ട് ഇവരെന്ത് ചെയ്യും? ഇവര് ഡൈവേഴ്സിഫൈ ആയിട്ട് ഒരു സ്ഥലത്ത് മാത്രമല്ല പല സ്ഥലങ്ങളിലും ഈ പൈസ കൊണ്ടുവരും. അപ്പൊ നമ്മുടെ ഒരു if we are investing in mutual fund, what we does is we invest our money in at one place, and they will diversify it and invest it in several places. ഒരു സ്ഥലത്ത് മാത്രമല്ല പൈസ, പല സ്ഥലത്ത് ഡൈവേഴ്സിഫൈ ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഇട്ടാലുള്ള ബെനിഫിറ്റ് എന്താണ്? ഈവൺ ഇഫ് ദിസ് കമ്പനി ഗോസ് ഡൗൺ, ഇതിൽ നിന്നുള്ള പ്രോഫിറ്റ് ഉണ്ടാവും. അത് നമുക്ക് എന്ത് ചെയ്യാം? മ്യൂച്വൽ ഫണ്ടിനെ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. ഒന്നോ രണ്ടോ കമ്പനീസ് വിൽ ഹാവ് you all know proverb, don't put all eggs in one basket. എല്ലാ എഗ്സും ഒരു ബാസ്ക്കറ്റിലിട്ട് എന്താവും? ഈ ബാസ്ക്കറ്റ് കൊളാപ്സ് ആയാൽ അത് ഒരുമിച്ച് പോകും. നേരെ മറിച്ച് ഓരോ എഗ്ഗും ഓരോ സ്ഥലത്തിട്ട്, അല്ലെങ്കിൽ കുറച്ച് എഗ്സ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ ഈവൻ ഇഫ് വൺ കൊളാപ്സസ് അതേഴ്സ് എക്സിസ്റ്റ്. അതേ പ്രിൻസിപ്പിളിനെയാണ് ഈ മ്യൂച്വൽ ഫണ്ടിലും നമുക്ക് ഏകദേശം ഫോളോ ചെയ്യാൻ പറ്റുന്നത്. For example, there are several kinds of mutual fund: HDFC mutual fund, SBI mutual funds, ICICI mutual fund. ഒരുപാട് kind of mutual funds ഉണ്ട്. Give you an example. No, first we'll see the features and we'll move to the example. Okay, mutual fund features എന്ന് പറഞ്ഞാൽ, it is, as I told you earlier, it is managed by a professional manager. അതായത് ഇത് മാനേജ് ചെയ്യേണ്ട പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് വെറി ചെയ്യേണ്ട. നേരെ മറിച്ച് നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് ഷെയർ വാങ്ങുന്ന സമയത്ത് ഷെയർ പ്രൈസ് കൂടുന്നതും കുറയുന്നതും ഒക്കെ നമ്മൾ തന്നെ നോക്കിയിരിക്കണം. നമ്മൾ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്? അത് ബൈ ചെയ്യുകയും സെൽ ചെയ്യുകയും ചെയ്യേണ്ടത്. നേരെ മറിച്ച് മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ പൈസ ഇട്ട് കഴിഞ്ഞാൽ മാനേജേഴ്സ് അത് മാനേജ് ചെയ്തോളും. ആൻഡ് ഹിയർ പൂളിംഗ് ഓഫ് ഫണ്ട്, അതായത് അവര് ഫണ്ട്സ് പല ആൾക്കാരും കളക്ട് ചെയ്ത് small quantities ആയിട്ട് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ആൻഡ് I have already told, here diversification is the highlight, one of the main features of mutual funds. അതായത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഒരു സ്ഥലത്ത് മാത്രം ഇടാതെ, ഒരു കമ്പനിയിൽ മാത്രം ഇടാതെ ഒരുപാട് കമ്പനീസിൽ, അല്ലെങ്കിൽ അത് ഷെയറിൽ മാത്രം ഇടാതെ ഡിബെഞ്ചേഴ്സിലോ അങ്ങനെ പല സ്ഥലത്തിലും ഇടും. ആൻഡ് the value of mutual fund is determined on the base of net asset value. നെറ്റ് അസറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിന്റെ വാല്യൂ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു കീ ആണ്. ഇറ്റ് ഈസ് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഓൾ സെക്യൂരിറ്റീസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇഷ്യൂഡ്. അങ്ങനെ നമുക്ക് NAV-ന്റെ ബേസിൽ മ്യൂച്വൽ ഫണ്ട് വാല്യൂ കണ്ടെത്താം. ആൻഡ് as we already know, it is in India, it is governed by SEBI. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ഫണ്ട്സ് ആർ ലിക്വിഡ്. അതായത് നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ നമുക്ക് അതിനെ സെല് ചെയ്യാം. അതായത് ഇന്ന് നമ്മൾ വാങ്ങിയിട്ട് നാളെ നമുക്ക് വേണമെങ്കിൽ അത് വിൽക്കാം. കുറച്ച് ടാക്സ് എക്സ്ട്രാ ചിലപ്പോൾ ഒരു വർഷത്തിന്റെ ഇടയിലൊക്കെ ആകുമ്പോൾ ചില കമ്പനീസിലെ ടാക്സ് റൂൾസ് അനുസരിച്ച് കുറച്ച് അധികം ടാക്സ് വരും. അത്രേ ഉള്ളൂ. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ഫണ്ട്സ് ആർ ലിക്വിഡ് ഇൻ നേച്ചർ. Let's see one example. Okay. This is a platform, this is a stock broking platform called Grow. അവരുടെ എക്സാമ്പിൾ ആണ്. നമുക്ക് ഒരു മ്യൂച്വൽ ഫണ്ട് നോക്കാം. ഇവർ തന്നെ സജസ്റ്റ് ചെയ്യുന്ന ഹൈ റിട്ടേൺ മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്. ഈ മ്യൂച്വൽ ഫണ്ട് രണ്ട് രീതിയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. മന്ത്ലി SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം,
വൺ ടൈം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. മന്ത്ലി SIP മീൻസ് SIP സ്റ്റാൻഡ് ഫോർ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. SIP എന്ന് പറഞ്ഞാൽ ഓരോ മാസവും നമ്മൾ കുറച്ച് കുറച്ച് പൈസ ഇടാം. ഇപ്പൊ നമ്മൾ 100 രൂപ ഇടുകയാണെങ്കിൽ ഓരോ മാസവും നമുക്ക് 100 രൂപ ഇട്ട് പോകുന്നതിനെയാണ് മന്ത്ലി SIP, സിസ്റ്റമാറ്റിക് ആയിട്ട് മന്ത്ലി ഇടുന്നത്. ആ ഡേറ്റ് നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഇന്ന് 18th ആയതുകൊണ്ട് 18th കൊടുക്കുന്നു. അല്ലാതെ നമുക്ക് ഫിഫ്ത്ത് ഓരോ മാസവും 5-ാം തീയതി കൊടുക്കണമെങ്കിൽ 5-ാം തീയതി കൊടുക്കാം. നമുക്ക് അക്കൗണ്ട് ആയിട്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അത് താനെ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഡെബിറ്റ് ആയിക്കോളും. ഇപ്പൊ 100 രൂപ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരുപാട് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്. സോ ഇഫ് യു if you start earning something, it will be very benefit if you invest something. സോ 100 രൂപ തൊട്ടിട്ട് നമുക്ക് എത്ര എമൗണ്ട് വെച്ചാൽ നമുക്ക് അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. 121 രൂപ വേണമെങ്കിലാവാം, 100 രൂപ വേണമെങ്കിലാവാം, 1000 രൂപ വേണമെങ്കിലാവാം. ഇഷ്ടമുള്ള പൈസ 100 രൂപ വെച്ചിട്ടാണ് ബേസിക് മ്യൂച്വൽ ഫണ്ട്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് വൺ ടൈം ആയിട്ടും ഇൻവെസ്റ്റ് ചെയ്യാം. വൺ ടൈം ആയെന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് ഒരു ബൾക്കായിട്ട് ഒരു 10,000 20,000 ബൾക്കായിട്ട് മന്ത്ലി അല്ലാതെ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ രണ്ട് പേരും നമുക്ക് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം. മന്ത്ലി SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം, വൺ ടൈം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, വിൽ മേക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ട് ഉണ്ട്. സിൽവർ ETF എന്ന് പറഞ്ഞാൽ സിൽവർ കമ്പനികളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, പിന്നെ US ടെക്നോളജി കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഗോൾഡ് കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നൗ വിൽ സി ബന്ധൻ സ്മോൾ ക്യാപ് മ്യൂച്വൽ ഫണ്ടിന്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇവിടെ ഈ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഇൻവെസ്റ്റ് ചെയ്യാം. വൺ ടൈം ആയിട്ട് മന്ത്ലി ആയിട്ട് SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഇവിടെ ഇത് എടുത്തു കഴിഞ്ഞാൽ ഇതാ മന്ത്ലി SIP നമുക്ക് സ്റ്റാർട്ടിങ് 100 റുപ്പീസ് ആണ്. എല്ലാ മന്തും 100 വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ബന്ധൻ മ്യൂച്വൽ ഫണ്ടിൽ ഒരു സ്ഥലത്ത് ഒരു കമ്പനിയിൽ മാത്രമല്ല ഇടുന്നത്, ഇത്രയും കമ്പനീസ് 251 കമ്പനീസിൽ അത് ഹോൾഡ് ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ 100 രൂപ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ 100 രൂപയിലെ 3.5% REC ലിമിറ്റഡ് ഈ ഒരു കമ്പനിയിലേക്ക്, ഗവൺമെന്റ് കമ്പനിയിലേക്ക് പോകും. പിന്നെ അതിന് 3.25% ശോഭ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയിലേക്ക് പോകും. പിന്നെ അതിന്റെ 2.27 LT ഫുഡ്സ് എന്ന് പറഞ്ഞ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യും. പിന്നെ അതിന്റെ 1.82 സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇന്ന പെർസെന്റേജിൽ ഇന്ന കമ്പനിയിലാണ് ഇടുന്നത്. അപ്പൊ സപ്പോസ് ഈ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ സ്റ്റോക്കിന്റെ പ്രൈസ് കുറഞ്ഞാലും REC ലിമിറ്റഡിന്റെ സ്റ്റോക്കിന്റെ പ്രൈസ് കൂടി കഴിഞ്ഞാൽ അത് നമ്മുടെ പോർട്ട്ഫോളിയോനെ സ്റ്റേബിൾ ആക്കാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ ഒരുപാട് ഡിഫറെന്റ് സെക്ടേഴ്സ്, ഇതാണ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ. ഫിനാൻസ് സെക്ടർ ഉണ്ട്, കൺസ്ട്രക്ഷൻ ഉണ്ട്, ടെക്സ്റ്റൈൽ ഉണ്ട്, കൺസ്യൂമർ ഉണ്ട്, എനർജി ഉണ്ട്, ഹെൽത്ത് കെയർ ഉണ്ട്. ഒരുപാട് സെക്ടറിലേക്ക് ഡൈവേഴ്സിഫൈ ചെയ്യും. അതുപോലെ തന്നെ ഇക്വിറ്റി, ഇതിൽ ഇത്രയും പെർസെൻറ്റേജ് 87% ഇക്വിറ്റിയാണ്, 12% ക്യാഷ് ആണ്, 0.808% ഡെറ്റ് ഡിബഞ്ചേഴ്സിലും ഒക്കെ ഇടുന്നതാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് കൈൻഡ് ഓഫ് ഡൈവേഴ്സിഫിക്കേഷൻ ഇവിടെ ഉണ്ട്. ഡിഫറെന്റ് കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഡിഫറെന്റ് മേഖലകളിലും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇപ്പൊ ഇക്വിറ്റി നോക്കിയാൽ തന്നെ ഇക്വിറ്റിയിൽ തന്നെ ഇത്ര ശതമാനം ഫിനാൻഷ്യൽ സെക്ടറിൽ, ഇത്ര ശതമാനം മെറ്റീരിയലിൽ, ഇത്ര ഹെൽത്ത് കെയർ എന്നൊക്കെ പറഞ്ഞ് ഡൈവേഴ്സിഫൈ ചെയ്യുന്നു. അപ്പം ഫിനാൻസ് സെക്ടർ ഇടിഞ്ഞു പോയാലും ഹെൽത്ത് കെയർ അവിടെ മെയിൻ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മളെ പോർട്ട്ഫോളിയോ ബാലൻസ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ പൈസ ഇട്ട് കഴിഞ്ഞാൽ വിൽ ഹാവ് സം സോർട്ട് ഓഫ് എക്സിറ്റ് ലോഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു വർഷത്തിനുള്ളിൽ നമ്മളത് വിറ്റ് കഴിഞ്ഞാൽ ഇത്ര ശതമാനം നമ്മൾ പൈസ അടയ്ക്കേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ ഇത്ര ശതമാനം ടാക്സ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഓരോ മ്യൂച്വൽ ഫണ്ടും നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി. ഓരോ മ്യൂച്വൽ ഫണ്ടും അതിൻ്റെതായിട്ടുള്ള ഡ്യൂട്ടീസ് ഉണ്ടാവും, അതിൻ്റെതായിട്ടുള്ള പെക്യുലാരിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. സോ ദിസ് ഇസ് ജസ്റ്റ് ടു ഷോ യു an example of how mutual fund works. Okay, now let's see advantages. Advantages നമ്മൾ already discuss ചെയ്തു. With an example you have already seen. From those we can say that it is highly affordable. SIP ഒക്കെ 100 രൂപ മന്ത്ലി വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. വൺ ടൈം ആണെങ്കിൽ ഇപ്പോൾ ഒരാളുടെ അടുത്ത് 10,000 രൂപ ഉണ്ടെങ്കിൽ 10,000 രൂപ ഇട്ടിട്ട് മ്യൂച്വൽ ഫണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഡൈവേഴ്സിഫിക്കേഷൻ ഉള്ളത് കൊണ്ട് തന്നെ റിസ്ക് റിഡക്ഷൻ, ഒരു സെക്ടർ ഇടിഞ്ഞാലും മറ്റേ സെക്ടറിലെ പ്രോഫിറ്റ് കൊണ്ട് അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. എക്സ്പെർട്ടൈസ് അഡ്വൈസ്, അതായത് this is managed by professional managers, so you will get expertise advice. ചില മ്യൂച്വൽ ഫണ്ട് ടാക്സ് കുറയ്ക്കാൻ വേണ്ടി, പലതരത്തിലുള്ള ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, ചില മ്യൂച്വൽ ഫണ്ട്സ് ടാക്സ് കുറയ്ക്കാൻ സഹായിക്കും. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, വി ഹാവ് ഓൾറെഡി സീൻ. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ട്രാൻസ്പെറൻറ്റ്, അതായത് ഫണ്ട് ഹൗസ് അവരൊക്കെ
അവരുടെ ഡേറ്റ മന്ത്ലി ക്വാർട്ടർലി ഇയർലി ഡേറ്റ ഒക്കെ അവർ പബ്ലിഷ് ചെയ്യണം. So it is quite transparent in nature. These are the advantages of mutual fund. Now let's see some of the disadvantages of mutual fund. എക്സ്പെൻസ് റേഷ്യോ ഞാൻ നേരത്തെ കണ്ടതുപോലെ തന്നെ ഒന്നും നമുക്ക് വെറുതെ ആരും തരില്ല. എക്സ്പെൻസ് റേഷ്യോ ഫ്രീ ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ പോർട്ട്ഫോളിയോ ഫുള്ളായിട്ട് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഫണ്ട് ഫുള്ളായിട്ട് മാനേജ് ചെയ്യുന്നത് ഫണ്ട് മാനേജേഴ്സ് ആണ്. നമുക്ക് അതിൽ യാതൊരു വിധ കൺട്രോളും ഇല്ല. നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ എക്സിറ്റിലൂടെ, അതായത് പെട്ടെന്ന് നമ്മളത് വാങ്ങി വിറ്റ് കഴിഞ്ഞാൽ ചില കമ്പനീസ് എക്സിറ്റ് ചെയ്യുന്നതിനുള്ള ടാക്സ് ഒക്കെ അവർ എക്സിറ്റ് ചെയ്യുന്നതിനുള്ള ഫീസ് അവർ ചാർജ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഒരിക്കലും മ്യൂച്വൽ ഫണ്ടിലെ റിട്ടേൺസ് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല. മാർക്കറ്റ് ഡൗൺ ആവുന്ന സമയത്ത് അധികം മ്യൂച്വൽ ഫണ്ടും ഡൗൺ തന്നെയായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഡൈവേഴ്സിഫിക്കേഷൻ ആയാലും അത് പ്രശ്നമാണ്. പിന്നെ മ്യൂച്വൽ ഫണ്ട് പെട്ടെന്ന് തന്നെ റെഡീം ചെയ്ത് കഴിഞ്ഞാൽ 20% ഒക്കെ ടാക്സ് ഉണ്ടാവും. Okay. So these are some of the disadvantages of mutual fund. Now let's see classification of mutual funds. Main ആയിട്ടുള്ള classification മാത്രമേ we are going to discuss here. ഒരുപാട് kind of classifications ഉണ്ട്. So ഇതിനകത്തുള്ള മെയിൻ ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. First classification is on the basis of type of assets. Asset classification അനുസരിച്ച് it can be classified into equity funds. Equity ഷെയറിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട്സ്. ഡെറ്റ് ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സിൽ ബോണ്ടിലും ഡിബഞ്ചേഴ്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഹൈബ്രിഡ് ഫണ്ട്സ് നമ്മൾ നേരത്തെ എക്സാമ്പിളോട് കൂടി കണ്ട ബന്ധൻ മ്യൂച്വൽ ഫണ്ട് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ഹൈബ്രിഡ് ഫണ്ട്. അവിടെ രണ്ടിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ കുറച്ച് ഇക്വിറ്റിയിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, കുറച്ച് ഡെറ്റിലും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. Then next classification is on the basis of structure. Open-ended fund and closed-ended fund. Open-ended fund എന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് അത് എന്ത് ചെയ്യാം, വാങ്ങുകയും ചെയ്യാം വിൽക്കുകയും ചെയ്യാം. മോസ്റ്റ് ഫണ്ട്സ് ആർ ഓപ്പൺ-ended funds. Closed-ended fund വളരെ കുറവാണ്. മോസ്റ്റ് ഓഫ് ദം ആർ ഓപ്പൺ-ended. പക്ഷെ ഇവിടെ പെട്ടെന്ന് വിറ്റ് കഴിഞ്ഞാൽ ടാക്സ് കുറച്ച് കൂടുതൽ നമ്മൾ അടയ്ക്കണം, അത്രേ ഉള്ളൂ. ക്ലോസ്ഡ്-ended ഫണ്ട് എന്ന് പറഞ്ഞാൽ അതിന് ഫിക്സഡ് മെച്യൂരിറ്റി പീരീഡ്, ലോക്കിംഗ് പീരീഡ് ഉണ്ടാവും. 5 വർഷത്തേക്ക് വിഡ്രോ ചെയ്യരുത്, 1 വർഷത്തേക്ക് വിഡ്രോ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ സ്പെസിഫിക് ടൈമിനുള്ളിൽ നമ്മൾ വിഡ്രോ ചെയ്യാൻ പറ്റാത്തതാണ് ക്ലോസ്ഡ്-ended ഫണ്ട്. ആൻഡ് നെക്സ്റ്റ് ഇസ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്. ഇറ്റ് ഇസ് സിമിലർ ടു മ്യൂച്വൽ ഫണ്ട്സ്. അതിന്റെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലായിരിക്കും അത് ട്രേഡ് ചെയ്യുന്നത്. അപ്പാർട്ട് ഫ്രം mutual fund, it will be traded on stock exchange. Next is classification by objectives. എയിം മ്യൂച്വൽ ഫണ്ടിന് ഓരോ ഫണ്ടിനും ഒരു എയിം ഉണ്ടാവും. അത് പ്രകാരം വി ക്യാൻ ക്ലാസിഫൈ ഇറ്റ് ആസ് ഇക്വിറ്റി ഓർ ഗ്രോത്ത് ഓറിയന്റഡ് ഫണ്ട്. ഇവിടെ നമുക്ക് വെൽത്ത് ക്രിയേഷൻ ആയിരിക്കും മെയിൻ ആയിട്ട്. ഇൻകം ഫണ്ട് എന്ന് പറയുമ്പോൾ മാസാമാസമുള്ള ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ്. ഇപ്പൊ നമ്മൾ ഡെറ്റിലാണെങ്കിൽ നമുക്ക് ഡെറ്റിലിടുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് കിട്ടും. പിന്നെ ഷെയറിൽ ഇടുകയാണെങ്കിൽ ഡിവിഡൻഡിനായിരിക്കും നമ്മൾ അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഗ്രോത്തിനെക്കാട്ടും കൂടുതൽ ക്യാപിറ്റൽ അപ്രീസിയേഷനെക്കാട്ടും കൂടുതൽ ഇവിടെ നമ്മൾ മന്ത്ലി ആയിട്ടുള്ള റിട്ടേൺസിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ കൊടുക്കുന്നത് ഗ്രോത്ത് ഫണ്ടിൽ നമ്മൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1 ലക്ഷം ഇട്ട് കഴിഞ്ഞാൽ അത് 2 ലക്ഷമോ 3 ലക്ഷമോ ആവുന്നവരെ നമ്മൾ കാത്തു നിൽക്കും. നേരെ മറിച്ച് ഇൻകം ഓർ ഡെറ്റ് ഫണ്ട് നമ്മൾ 1 ലക്ഷം രൂപ ഇട്ട് കഴിഞ്ഞാൽ അത് 2 ലക്ഷമോ 3 ലക്ഷം ഉള്ളതല്ല ഇവിടെ ആൾക്കാർ നോക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കുന്നത് അതിന് മാസം കറക്റ്റ് ആയിട്ട് റിട്ടേൺ കിട്ടുന്നുണ്ടോ, എത്ര ഡിവിഡൻഡ് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടെ നോക്കുക. നെക്സ്റ്റ് ഇസ് ടാക്സ് സേവിങ്. ടാക്സ് സേവിങ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പലതിലും ടാക്സ് സേവ് ചെയ്യാൻ പറ്റും. ഇൻകം ടാക്സ് ആക്ട് 80C അനുസരിച്ച് നമുക്ക് ടാക്സ് അടയ്ക്കേണ്ടത് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്ന ഫണ്ട്സ് ആണ് ടാക്സ് സേവിങ് ഫണ്ട്സ്. നെക്സ്റ്റ് ഇസ് ലിക്വിഡ് ഓർ മണി മാർക്കറ്റ് ഫണ്ട്സ്. ഇവിടെ നമ്മൾ ഇടുന്നത് ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ലിക്വിഡിറ്റിക്കാണ്. അതായത് പെട്ടെന്ന് തന്നെ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ഫണ്ട്സ് ആണ് ലിക്വിഡ് ഫണ്ട്സ് എന്ന് പറയുന്നത്. വാട്ട് ഇസ് ലിക്വിഡിറ്റി? Liquidity is the process of converting to cash without loss of value. പെട്ടെന്ന് തന്നെ ഒരു 90 ഡേയ്സിലൊക്കെ പെട്ടെന്ന് നമുക്കൊരു ഫണ്ട് ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് പെട്ടെന്ന് വിഡ്രോ ചെയ്യേണ്ട ഇത് വരുമ്പം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട്സ് ആണ് എന്ത്? ഇക്വിറ്റി ഫണ്ട്സ്. സോറി, ലിക്വിഡ് ഓർ മണി മാർക്കറ്റ് ഫണ്ട്സ്. Example is Aditya Birla Sun Life Liquid Fund. So these are the classification of mutual fund. An example is also given along with the explanation. In this part, we have seen what are mutual funds, advantages, disadvantages, and main types of mutual